വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്രീം കേക്കാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രായത്തിലും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ക്രീം കേക്ക്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിന്നിവിടെ 1 കിലോ ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടി നമുക്ക് ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്പ് വേണം. ഇത് അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് മൈദ, 3 എഗ്ഗ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് വാം മിൽക്ക് ചെറു ചൂടുള്ള പാല്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഇതിൽ ഉപയോഗിക്കരുത്, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക, 1 ടീസ്പൂൺ വാനില എസൻസ്, നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അതിനു വേണ്ടി അരിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ 2 ഷീറ്റ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലോട്ട് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 1/4 കപ്പ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യം നമ്മളിതിനെ അരിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിക്കുമ്പോൾ ഇതിനകത്ത് കട്ടയുണ്ടാവും. പ്രത്യേകിച്ച് കൊക്കോ പൗഡറിലെല്ലാം നല്ലപോലെ കട്ടയുണ്ടാവും. അതെല്ലാം അരിച്ചെടുക്കണം. നല്ലതുപോലെ അരിച്ചെടുത്താൽ മാത്രമേ നമ്മൾ കേക്ക് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ബേക്കിംഗ് സമയം, അതായത് നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ലേ, ബേക്കിംഗ് സോഡ നമ്മൾ എടുത്തിട്ടുള്ള 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി മിക്സായിട്ട് നല്ലതായിട്ടുള്ള ഒരു കേക്ക് മിക്സായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊതിഞ്ഞ് ഒരു ഭാഗത്തോട്ട് നീക്കി വെക്കാം. ഇനി നമുക്ക് കേക്ക് മോൾഡ് തയ്യാറാക്കി വെക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് മോൾഡ് ഇല്ലയെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട, സാധാരണ ഒരു പാത്രമായാലും മതി കേട്ടോ. നമുക്ക് 2 രീതിയിൽ കേക്ക് മോൾഡ് തയ്യാറാക്കി വെക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ തടവി ബട്ടർ പേപ്പർ ഇതിൻ്റെ ഏത് മോൾഡാണോ എടുക്കുന്നത് ആ മോൾഡിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് അതിലോട്ട് വെക്കാം. രണ്ടാമത്തെ രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓയിലൊക്കെ തടവിയിട്ട് ഒരു 2-3 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നല്ലതുപോലെ തട്ടിക്കൊടുക്കണം. ഈ കേക്ക് മോൾഡിൻ്റെ എല്ലാ സൈഡിലോട്ടും മൈദപ്പൊടി എത്തണം. സൈഡിലോട്ടും എല്ലാ എഡ്ജിലോട്ടും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് തട്ടിക്കൊടുക്കാൻ. എന്നിട്ട് എക്സസ് വരുന്ന മൈദപ്പൊടി പുറത്തോട്ട് തട്ടിക്കളയണം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേക്ക് മോൾഡ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ കേക്ക് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടി അടച്ചുറപ്പുള്ള ഒരു പാത്രം എടുക്കണം. ഞാനിവിടെ ഒരു പഴയ അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഒരു അത്യാവശ്യം തിക്നെസ്സിൽ ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പ് നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. എത്ര തവണ വേണമെങ്കിലും ബേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഉപ്പിൻ്റെ കളറ് മാറി വരുന്നത് കാണുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഗ്യാസിൻ്റെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൻ്റെ ബർണറിൽ നമ്മൾ ഉപ്പിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുള്ള പാത്രം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സോളം പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ എത്രയാണോ താഴോട്ട് വീഴുന്നത് അത് മാത്രം മതി കേട്ടോ. തോടിൽ നിന്ന് എക്സസ് ആയിട്ട് നമ്മൾ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ മുട്ടയുടെ സ്മെല്ല് അധികമായിട്ട് ഉണ്ടാവും.
ഇനി മുട്ടയുടെ സ്മെല്ല് പൂർണ്ണമായിട്ടും കളയാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിനോടൊപ്പം ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാനില എസൻസിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീരെയും എക്സ്മെൽ ഉണ്ടാവില്ല. എനിക്ക് വാനില എസൻസ് ചേർത്തിട്ടും എക്സ്മെല്ലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹണി ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയില്ലേ, പൊടിച്ച പഞ്ചസാര, അതിൽ നിന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിടരുത്, അപ്പോൾ നന്നായിട്ട് മിക്സ് ആവില്ല. അതുപോലെ തന്നെ ഇത് എല്ലായിടത്തും തെറിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് കളർ ചേഞ്ച് വരും. നല്ലൊരു ബട്ടറി കളർ വരും, നല്ല ക്രീം പോലെ കിട്ടും. അതുവരെ നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടുകയുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇതാ ഈ കൺസിസ്റ്റൻസി വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓയിലും ചെറു ചൂടുള്ള പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. അധികം നേരം മിക്സ് ചെയ്യരുത്. അതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കേക്ക് മിക്സില്ലേ, അതും കൂടി ഇട്ട് വളരെ വേഗത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. അപ്പോൾ റെഡി ആയിട്ടുള്ള ബാറ്റർ നേരത്തെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുള്ള കേക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ തുറന്നു നോക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള കേക്ക് മോൾഡ് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് അടച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 20 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സും കൂടി വെക്കുക. എന്നിട്ട് ഇതുപോലൊരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് ഒന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ആ കമ്പിയും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. കേക്ക് ആയാലുടൻ തന്നെ ആ പാത്രത്തിൽ നിന്ന് കേക്ക് മോൾഡ് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് കരിയാൻ സാധ്യതയുണ്ട്. ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം അത് ഡിമോൾഡ് ചെയ്യാം. ഡിമോൾഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കേക്ക് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ എത്ര സ്പോഞ്ചിയാന്ന് നോക്കിയേ. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഐസിങ് ചെയ്യാൻ ഞാൻ ഇവിടെ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം എങ്ങനെ വിപ്പ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു പൈപ്പിംഗ് ബാഗ് വേണം. ഇത് നമുക്ക് കടയിൽ നിന്നെല്ലാം മേടിക്കാൻ കിട്ടും. ഈ ബാഗ് ഇതേപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കി കയ്യിൽ വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ക്രീം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ കോണ് കട്ട് ചെയ്തിട്ട് കുറച്ച് ക്രീം പുറത്തോട്ടാക്കി കറക്റ്റാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഏത് പ്ലേറ്റിലാണോ ബേസിലാണോ കേക്ക് ഐസിങ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ക്രീം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാണ്ടിരിക്കാനാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒഴിക്കണം കേട്ടോ. കേക്ക് നന്നായിട്ട് വെറ്റാവണം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ എൻ്റെ ഒരു താല്പര്യത്തിനാണ് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇത്ര അധികം ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം.
ഞാനിവിടെ ഐസിങ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഐസിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിങ് ഒരുപാട് പറയാനുണ്ട്. കാരണം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.